ഹായ് മക്കളെ, നമ്മളിന്ന് പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ EVSൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും അതിൻ്റെ ചുറ്റുപാടും. നമ്മളൊരു പരിസ്ഥിതി ഡയറിയാണ് നമ്മൾ കാണുന്നത്, എൻവയോൺമെൻറ്റൽ ഡയറി. ടുഡേ വി സെലക്റ്റഡ് എ വാട്ടർ ലില്ലി പോണ്ട് ഫോർ എൻവയോൺമെൻറ്റൽ ഒബ്സർവേഷൻ. പരിസ്ഥിതി നിരീക്ഷണത്തിന് വേണ്ടി അവർ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർ ലില്ലി പോണ്ടാണ്, ഒരു കുളമാണ് അല്ലേ, ഒരു ആമ്പൽ കുളമാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. വി ട്രാവൽഡ് അലോങ് ദ എഡ്ജ് ഓഫ് ദി പാഡി ഫീൽഡ് ആൻഡ് റീച്ച്ഡ് ദ ബാങ്ക് ഓഫ് ദി പോണ്ട്. അവർ വരമ്പിൻ്റെ അറ്റത്ത് കൂടി, നമ്മുടെ നെൽവയലിൻ്റെ വരമ്പിൻ്റെ അറ്റത്ത് കൂടി നടന്ന് അവർ പോണ്ടിൻ്റെ തീരത്ത് എത്തി. ബാങ്ക് ഓഫ് ദി പോണ്ട് എന്ന് പറഞ്ഞാൽ പോണ്ടിൻ്റെ തീരത്ത് എത്തി, കുളത്തിൻ്റെ കരയിലെത്തി. ഫ്രം ദി ഷെയ്ഡ് ഓഫ് ദി ട്രീ ഓൺ ദ ബാങ്ക് വി ഒബ്സർവ് ദ പോണ്ട്. അവിടെയുള്ള ഒരു മരത്തിൻ്റെ തണലിലിരുന്നു കൊണ്ട് ആ കുളത്തെ ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ. ആ പോണ്ടിലെ വെള്ളം നല്ല ക്ലിയർ ആയിരുന്നു, നല്ല ശുദ്ധമായിട്ട് അടിത്തട്ട് വരെ കാണുന്ന രീതിയിൽ ക്ലിയർ ആയിരുന്നു ആ വെള്ളം. വാട്ടർ ലില്ലീസ് വെയർ ഇൻ ഫുൾ ബ്ലൂം. വാട്ടർ ലില്ലീസ് എല്ലാം നല്ല വിടർന്ന് നിന്നിരുന്നു. വി നോട്ടീസ്ഡ് വേരിയസ് അക്വാറ്റിക് പ്ലാന്റ്സ്, മോസസ് ആൻഡ് ഫാലൻ ലീവ്സ് ഓൺ ദ വാട്ടർ. അപ്പോൾ അവിടെ ഒരുപാട് പലതരത്തിലുള്ള അക്വാറ്റിക് പ്ലാന്റ്സ്, നമ്മുടെ ജലസസ്യങ്ങളെ ഞങ്ങൾ കണ്ടു. മോസസ് പായൽ കണ്ടു. ആൻഡ് ഫാലൻ ലീവ്സ് ഓൺ ദ വാട്ടർ, താഴേക്ക് വീണ് കിടക്കുന്ന കരിഞ്ഞ ഇലകളും അതിനകത്തുണ്ടായിരുന്നു. ഗ്രാസസ് വെയിൻസ് ആൻഡ് ഷർബ്സ് വെയർ ഗ്രോയിങ് എലോങ് ദ ബാങ്ക് ഓഫ് ദി പോണ്ട്. നമ്മുടെ പോണ്ടിൻ്റെ തീരത്ത്, കുളത്തിൻ്റെ കരയിൽ ഗ്രാസസ്, പുല്ലും, വെയിൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഴവള്ളികൾ, നമ്മുടെ പടർന്ന് കിളിക്കുന്ന ചെടികളും, ഷർബ്സ്, കുറ്റിച്ചെടികളും ആ തീരത്ത് വളർന്നു നിന്നിരുന്നു. There were birds, squirrels, chameleons, spiders, ants and other small organisms on the jamun tree near the pond. അപ്പോൾ പോണ്ടിൻ്റെ കരയിലുണ്ടായിരുന്ന ഞാവൽ മരം, ജാമുൻ ട്രീയിൽ പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. സ്കുറൽസ്, അണ്ണാരക്കണ്ണന്മാരുണ്ടായിരുന്നു. ക്യാമിലിയോൺസ്, ഓന്തുണ്ടായിരുന്നു. സ്പൈഡേഴ്സ്, ചിലന്തി ഉണ്ടായിരുന്നു. ആൻസ്, ഉറുമ്പുകളുണ്ടായിരുന്നു. ആൻഡ് അതർ സ്മാൾ ഓർഗാനിസംസ്, ചെറിയ കുറേയേറെ ജീവജാലങ്ങളും അതിനകത്ത് ജീവിച്ചിരുന്നു. There was plenty of fishes in the pond. പോണ്ടിന് അകത്ത്, നമ്മുടെ കുളത്തിനകത്ത് ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു. They occasionally came to the surface and opened their mouth. അവർ ഫിഷസ് ഇടയ്ക്കൊക്കെ കുളത്തിൻ്റെ സർഫേസിലേക്ക്, മുകളിലേക്ക് വരികയും അവരുടെ മൗത്ത് ഓപ്പൺ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രോഗ്സ്, tadpoles, crabs, snail, water snakes and other aquatic organisms were all the inhabitants of the water lily ponds. അപ്പോൾ വാട്ടർ ലില്ലി പോണ്ട്സിലെ അന്തേവാസികളായിരുന്ന ഫ്രോഗ്സ്, തവളക്കുട്ടന്മാർ, ടാഡ്പോൾസ്, വാൽവാക്രികൾ, ക്രാബ്സ്, ഞണ്ടുകൾ, സ്നെയിൽ, ഒച്ചുകൾ, വാട്ടർ സ്നേക്സ്, പിന്നെ നീർക്കോലികൾ ആൻഡ് അക്വാറ്റിക് ഓർഗാനിസം വെയർ ഓൾസോ ഇൻഹെബിറ്റൻസ് ഇൻ ദ വാട്ടർ ലില്ലി പോണ്ട്. വാട്ടർ ലില്ലി പോണ്ടിൽ ഇങ്ങനെ ചെറിയ ഓർഗാനിസംസ് എല്ലാം. വി പ്ലേഡ് ബൈ ത്രോയിങ് സ്മാൾ സ്റ്റോൺസ് ഇൻ ടു ദ പോണ്ട്. ഞങ്ങൾ ചെറിയ കല്ലുകൾ കുളത്തിലേക്ക് എറിഞ്ഞ് കളിക്കുകയായിരുന്നു. ക്രിയേറ്റിംഗ് റിപ്പിൾസ്, ഇങ്ങനെ ചെറിയ ഓളങ്ങളുണ്ടാക്കി ചെറിയ കല്ലുകൾ എറിഞ്ഞ് ഞങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം എൻജോയിങ് ദ കൂൾനെസ് ഓഫ് ദി പോണ്ട്. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ഇരുന്ന് ആ കുളത്തിലെ തണുത്ത കാറ്റൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നു.